നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2023 ധനുമാസത്തിൽ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ മാസത്തെ ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ മേടത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, വൃശ്ചികം രാശിയിൽ കുജനും, ധനുരാശിയിൽ രവിയും ബുധനും, കുംഭത്തിൽ ശനി, മീനം രാശിയിൽ രാഹുവും സഞ്ചരിക്കുന്നു. എന്നാൽ ശുക്രൻ വൃശ്ചികം രാശിയിലേക്ക് ഡിസംബർ 25-നും കുജൻ ഡിസംബർ 28-ന് ധനുവിലേക്കും അന്നു തന്നെ ബുധൻ വക്രത്തിൽ വൃശ്ചികം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം അനുഭവങ്ങളാണ് ഈ ധനുമാസത്തിൽ വരുന്നതെന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ ആദ്യ പകുതിയേക്കാൾ കൂടുതൽ മെച്ചം രണ്ടാം പകുതിയായിരിക്കും. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നല്ല പുരോഗതി ദൃശ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്ന കാര്യത്തിൽ ചില കാലതാമസങ്ങൾ നേരിട്ടേക്കാം. കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അംഗീകാരം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം പുരോഗതികളും നേട്ടങ്ങളും ഉണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ദമ്പതി സൗഖ്യം കുറയും. ദമ്പതികളുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. കൃഷി കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. മുൻകരുതലുകൾ എടുക്കണം. അനാവശ്യമായ ചിന്തകൾ മൂലം ടെൻഷൻസ് വർദ്ധിക്കാം. നാൽക്കാലികളുമായി ഇടപെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. പനി, ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ്. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവിയിങ്കൽ കുങ്കുമാർച്ചനയും സമർപ്പിക്കുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. വസ്തു, വീട്, വാഹനം എന്നിവയ്ക്കായി ഗുണപ്രദമാണ്. ഗൃഹനിർമ്മാണം ത്വരിതപ്പെടും. കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ്. ദൂരദേശ യാത്രകൾ പ്രയോജനപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ഉണ്ടായിരുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കാനും സാധിക്കും. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും വിദേശയാത്രയും തരപ്പെടുന്നതാണ്. കർമ്മരംഗത്ത് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി നല്ല പുരോഗതി ദൃശ്യമാകുന്നതാണ്. ദൂരദേശ യാത്രകൾ പ്രയോജനപ്പെടും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. ഉണ്ടായിരുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും അവയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കാനും ആകും. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. ശത്രുശല്യം വർദ്ധിക്കാം. ബന്ധുക്കളുമായും സന്താനങ്ങളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നേത്രരോഗങ്ങൾ വന്നുപെടാനും ശരീരത്തിന് ക്ഷീണം അനുഭവിക്കാനും സാധ്യതയുണ്ട്. ശിവന് ധാര, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ദേവിയിങ്കൽ കുങ്കുമാർച്ചനയും സമർപ്പിക്കുക. മിഥുനക്കൂറ്. മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ കർമ്മരംഗത്ത് അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നും നല്ല നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുരോഗതി ദൃശ്യമാകുന്നതാണ്. അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും കാര്യങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ആകും. ജീവിത പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള മാസമാണ്. പുതിയ വീട് വാങ്ങിക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും അനുകൂല സമയമാണ്. ആഡംബര വാഹനം അധീനതയിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അമ്മയിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. ശത്രുശല്യം വർദ്ധിക്കാം. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരാൻ ഇടയുണ്ട്. ധനവർദ്ധനവ് ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും അധികരിക്കും. ദൂരദേശ യാത്രകൾ സാധ്യമാകും. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. ദമ്പതി സൗഖ്യം കുറയും. ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമാണ്. രാഷ്ട്രീയക്കാർക്കും ഉന്നത പദവി വഹിക്കുന്നവർക്കും
അനുകൂല മാസക്കാലമാണ്. മറ്റുള്ളവരിൽ നിന്നും നല്ല സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗണപതിക്ക് കറുകമാല, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, മഹാദേവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക. കർക്കിടകക്കൂറ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമന മാർഗങ്ങൾ പുതിയവ വന്നു ചേരുന്നതുമാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകും. ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്യുത്തമമാണ്. ദേഷ്യം കൺട്രോൾ ചെയ്യണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുന്നതാണ്. കർമ്മരംഗത്തും എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടാകണം. ആഡംബര ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. കടം അധികരിക്കാനിടയുണ്ട്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. രക്തദൂഷ്യങ്ങൾ ഉണ്ടാകാനും ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സ്വന്തം ആവശ്യങ്ങൾക്കായി ഉറ്റവർക്ക് വേണ്ടിയോ ഒരു ആശുപത്രിവാസം കാണുന്നുണ്ട്. ശിവന് ധാര, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, നവഗ്രഹ പൂജ എന്നിവ അത്യന്താപേക്ഷിതമാണ്. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. മേലധികാരിയുമായി യോജിച്ചു പോകാനാകുന്നതാണ്. കർമ്മരംഗത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാണ്. സ്വന്തം സൃഷ്ടിപരമായ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ദമ്പതി സൗഖ്യം കുറയാമെങ്കിലും പിന്നീട് യോജിച്ച് മുന്നോട്ടു പോകാനാകും. കുടുംബത്തെ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനവരവുകൾക്ക് ചില കാലതാമസങ്ങൾ നേരിട്ടാലും ലഭിക്കാനിടയുണ്ട്. ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. കൃഷി ഗുണകരമാകും. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം എന്നിവ അത്യന്താപേക്ഷിതമാണ്. കന്നിക്കൂറ്. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമന മാർഗങ്ങളും ഉണ്ടാകുന്നതാണ്. ബന്ധുസമാഗമം, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവ പ്രതീക്ഷിക്കാം. ചില കരാറുകളിൽ ഒപ്പുവെക്കേണ്ടതായി വരും. ദൂരദേശ യാത്രകൾ ഉണ്ടാകും. വിദേശയാത്രയും തരപ്പെടാം. മുടങ്ങിക്കിടന്നിരുന്ന വീട് പണി പുനരാരംഭിക്കാനും ആകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങി അനുകൂലമായവ യോജിച്ചു വരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് ശ്രദ്ധാലുക്കളായിരിക്കണം. വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരുന്നതാണ്. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ആശുപത്രി വാസത്തിനുമുള്ള യോഗം കാണുന്നുണ്ട്. ശിവന് ധാര, കൂവളത്തില കൊണ്ട് അർച്ചന, നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക. തുലാക്കൂറ്. ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച പ്രതീക്ഷിക്കാം. പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും അനുകൂല നിലപാടുകൾ ഉണ്ടാകും. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളെല്ലാം നീങ്ങി വരുന്നതായി കാണാം. ചില പുതിയ കരാറുകൾ ഒപ്പുവെക്കേണ്ടതായി വരും. പലവിധ വ്യവഹാരങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ഭൂമി, വീട്, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും പഠിക്കാനായി വിദേശത്തേക്ക് ഒരുങ്ങുന്നവർക്കും ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസമാണ്. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനും
മറ്റുള്ളവരിൽ നിന്നും സഹായം ലഭിക്കാനും ഇടയുണ്ട്. കടം ഒരു പരിധിവരെ കുറഞ്ഞു വരുന്നതായി കാണാം. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. വാക്കുകൾ കഠിനമാകാൻ ഇടയുണ്ട്, അതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ നെഞ്ചരിച്ചിൽ പോലുള്ളവ അലട്ടാനിടയുണ്ട്. ദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുങ്കുമാർച്ചന സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചനയും സമർപ്പിക്കുക. വൃശ്ചികക്കൂറ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ ദമ്പതി സൗഖ്യം കുറയാം. ദമ്പതികളുടെ ഇടയിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ വന്നു ചേരാനും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. എന്നാൽ സാമ്പത്തിക നേട്ടം ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് ചില തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ക്ലേശങ്ങളും വന്നുപെടാം. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നാൽക്കാലി മുഖാന്തരം ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രണയം പുഷ്പിക്കാൻ ഇടയുണ്ടെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങൾ ഉചിതമാകാനിടയില്ല. അതുകൊണ്ട് അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നേത്ര സംബന്ധമായ രോഗങ്ങൾക്കും തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. ദേവിയെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുങ്കുമാർച്ചന സമർപ്പിക്കുകയും മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ സാമ്പത്തിക നേട്ടം, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. പ്രൊഫഷണൽസിന് ഗുണകരമാണ്. ഈ മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും രണ്ടാം പകുതിയേക്കാൾ കൂടുതൽ മെച്ചം. ദീർഘദൂര യാത്രകൾക്ക് സാധ്യതയുണ്ട്. നാൽക്കാലികളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് മേഖല, ജ്വല്ലറി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് ആഡംബര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ആദായങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ മടി മാറ്റിവെച്ച് ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ മാത്രമേ പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നുള്ളൂ. അനുഭവജ്ഞാനമുള്ളവരുമായും മുതിർന്നവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. നേത്രരോഗം, ശരീരത്തിന് ക്ഷീണം, കാലുകൾക്ക് അസ്വസ്ഥതകൾ എന്നിവ ഉണ്ടായേക്കാം. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സുഹൃത്തുക്കളുമായി ചില കൺഫ്യൂഷൻസ് ഉണ്ടാകാം. ശിവന് ധാര, മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, നാഗങ്ങൾക്ക് നൂറും പാലും എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും ധനാഗമനം വർദ്ധിച്ചു വരുന്നതുമാണ്. ലോണുകളും ചിട്ടികളും ലഭിക്കാനിടയുണ്ട്. കടം വർദ്ധിക്കുമെങ്കിലും ചില കാര്യങ്ങൾ തടസ്സമില്ലാതെ സാധിച്ചു കിട്ടുന്നതാണ്. വിദേശയാത്ര തരപ്പെടും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം നീങ്ങി അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ്. സന്താന ഭാഗ്യത്തിനും ഉതകുന്ന മാസക്കാലമാണ്. സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. വസ്തു സംബന്ധമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. വസ്തു, വാഹനം, വീട് എന്നിവ അധീനതയിൽ വന്നു ചേരാനും ഇടയുണ്ട്. ആഡംബര മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉന്നതി ഉണ്ടാകും. സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താനാകും. എന്നാൽ ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ഉദര സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുങ്കുമാർച്ചന എന്നിവ സമർപ്പിക്കുക. ഓം നമഃശിവായ നിത്യവും കൃത്യനിഷ്ഠയോടെ 108 തവണ ജപിക്കുകയും ചെയ്യുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ച അനുഭവപ്പെടുന്നതാണ്. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി മാറ്റം, സ്ഥാനമാറ്റം എന്നിവ പ്രതീക്ഷിക്കാം. താൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. വസ്തു, വീട്, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാൻ ഇടയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാൻ ഇടയുണ്ട്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായോ വിവാഹ കാര്യങ്ങൾക്കായോ
അവരുടെ സന്തോഷങ്ങൾക്കായോ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതാണ്. മാതാപിതാക്കൾക്കാകട്ടെ സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതീവ നേട്ടങ്ങൾ കാണാനാകും. അവ വിപുലപ്പെടുത്തിയെടുക്കുവാനും അതിൽ നിന്ന് ലാഭങ്ങളും പ്രതീക്ഷിക്കാം. വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ആഡംബര വസ്തുക്കളും അധീനതയിൽ വന്നു ചേരാനിടയുണ്ട്. പങ്കാളിയിൽ നിന്നും പലവിധ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. യാത്രകൾ പ്രയോജനപ്രദമാകും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും. ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ശാസ്താവിന് നീരാഞ്ജനം, ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, ശബരിമല ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ധനുമാസത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി, സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം, വീട് മാറി താമസിക്കുന്നതിനും അവസരമുണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരാനും ഇടയുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം. തൻ്റെ കഴിവുകളെ മേലധികാരികൾ അംഗീകരിക്കപ്പെടുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. ആത്മീയത വർദ്ധിച്ചു വരും. മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും. പുതിയ ആത്മബന്ധങ്ങൾ ഉടലെടുക്കും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്താനാകും. നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, ശബരിമല ദർശനവും അനിവാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് 27 നക്ഷത്രക്കാരും ഈ ധനുമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. മാസഫലങ്ങളും വാരഫലങ്ങളും ഗോചരഫലങ്ങളാണ്. നിങ്ങളുടെ ഗ്രഹനിലയിലെ ഗ്രഹസ്ഥിതി കൂടി പരിശോധിച്ച് അറിഞ്ഞാൽ മാത്രമേ ഫലങ്ങൾ പൂർണ്ണമാകുന്നുള്ളൂ. അതിനായി എൻ്റെ വാട്സാപ്പ് നമ്പർ ലഭ്യമാണ്. ഇതിലേക്ക് ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.